മോൾ എന്തൊക്കെ പറഞ്ഞാലും അവന് മോളെന്ന് വെച്ചാൽ ഭയങ്കര ജീവന. ആ അല്ലെങ്കിൽ ഇതാ പിള്ളേരോട് ചോദിച്ചു നോക്കെ. എന്താ അമ്മൂമ്മ? ഭാസിക്ക് പുഷ്പലത എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണെന്ന് പറയുമായിരുന്നു. ഒന്ന് പറഞ്ഞു കൊടുത്തേ മക്കളെ. അതാ എനിക്കറിയോ, ഞങ്ങളിപ്പോ എല്ലാരും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാന്ന് വിചാരിച്ചോ, ഒരു 40 വട്ടമെങ്കിലും പുഷ്പു 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 പുഷ്പലത ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. എന്റെ കുറ്റമായിരിക്കും പറയുന്നത്. ഒന്ന് പോയ എന്റെ ഇപ്പൊ ഇന്നാള് തന്നെ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരോടും ഇസ്രായേലിനെ പറ്റി ചർച്ച ചെയ്യായിരുന്നു, യുദ്ധത്തിനെ പറ്റിയിട്ട്. ആ ചർച്ചക്കിടയിൽ ഒരു 4-5 വട്ടം ആന്റിയുടെ കാര്യം മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. ഞാൻ ചത്തോന്നാ ചോദിച്ചേ? എന്തോന്ന് ആന്റി പറയുന്നേ? അങ്ങനെയൊന്നും അല്ല ആന്റി. കേട്ടെ, പുഷ്പലത ആന്റി എങ്ങാനും സിംഗപ്പൂരിൽ നിന്ന് കൂടെ വരുന്നുണ്ടെന്നുള്ളൊരു ന്യൂസ് കിട്ടിയാ മതി, പിന്നെ അങ്ങോട്ട് കൊച്ചു പിള്ളേരെ പോലെ തുള്ളിച്ചാടും ഉത്സാഹം എന്നറിയോ. ഇനി ആന്റി എങ്ങാനും വരുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ കരച്ചിലായി, പിഴിച്ചിലായി, വിഷമമായി, ഡിപ്രഷനായി. പിന്നെ മാറിപ്പോയി ഒരു കുപ്പിയൊക്കെ എടുത്ത് 2 എണ്ണമൊക്കെ അടിച്ചടി. ஐயோ புஷ்பா, இத கேளு. லெச்சு அப்படிதான். இப்போ சித்து வரேன்னு சொல்லும்போது அவ முகத்துல ரொம்ப சந்தோஷமா இருக்கும். ஆனா அவர் வரமாட்டேன்னு சொல்லும்போது அவ முகத்தை பார்க்கணும், வருத்தமா இருக்கும். ആന്റി എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ വിളിച്ച് പറയുന്നേ? ഇതൊക്കെ കേട്ട ചേച്ചിക്ക് വിഷമാവത്തില്ലേ? പിന്നെ വിഷമാവില്ലേ? ആന്റി വഴി ഡിവോഴ്സ് ചെയ്യാൻണ്ടി. ലച്ചു, അല്ല, ഡിവോഴ്സിനെ പറ്റി നമ്മൾ തന്നെ ചിന്തിക്കുക പോലും ചെയ്യരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അത് മാത്രല്ല ആന്റി, ആന്റിക്ക് ഒരു കാര്യം അറിയോ, ഈ ബാസിയങ്ങള് ഈ പുട്ടിനെ പീരിയിടൂലേ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പറയും എനിക്കാരൂല എനിക്കാരൂലെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ അത് സത്യമാണ്. പിന്നെ അങ്കിളുടെ അമ്മയ്ക്കും വയ്യാണ്ടൊക്കെ ഇരിക്കുവല്ലേ, അങ്കിളിന്റെ ആന്റി അല്ലാതെ വേറെ ആരാ ആന്റി ഉള്ളത്? അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ജീവിച്ചൂടെ? പൈസ ഉണ്ടായിക്കൊണ്ടുവരാൻ ഞാൻ പറയുന്നില്ല. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി അയക്കുന്ന പൈസ ഇവിടെ കിടന്ന് ദൂർത്തടിച്ച് കളയും. ஐயோ புஷ்பா, அவர் தூரத்தெல்லாம் அடிக்க மாட்டாரு, சரக்கு மட்டும்தான் அடிப்பாரு. കണ്ടോ? ആന്റി ഇത് എന്തോ പറഞ്ഞിട്ടാ പറയുന്നേ? ആന്റിക്ക് ദൂരത്തിന്റെ അർത്ഥം അറിയോ? பின்ன எனக்கு தெரியுமே, எனக்கு மூளை இருக்கு சிவா. ശരി എന്നാ. അതിപ്പോ ഈ ദൂർത്തതൊക്കെ പറയുന്നത് അത് ആരെങ്കിലൊക്കെ മേടിച്ചു കൊടുത്താൽ മാത്രമേ അങ്ങനെ അടിക്കത്തുള്ളൂ. പിന്നെ പിന്നെ തീരെ നിവർത്തിയില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് കൊടുത്ത് കുപ്പിയൊക്കെ മേടിച്ചടിക്കുന്നത്. അതും ഇല്ല, ഒട്ടും ഇല്ല. ഇപ്പോഴൊക്കെ വല്ലപ്പോഴും അടിക്കത്തുള്ളൂ അല്ലേ ചേച്ചി? ആ, ആഴ്ചയിൽ ഒരു 3-4 ദിവസം മാത്രമേ അടിക്കാറുള്ളൂ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അല്ലാണ്ടി നിർത്തും നിർത്തും നിർത്തിയതാണ്. നിർത്തുന്ന് പറഞ്ഞ് സത്യം ഇടാൻ തുടങ്ങിയിട്ട് കുറെ കാലായി. ഇതൊക്കെ എത്ര കാലം കൊണ്ട് ഞാൻ കേൾക്കുന്നു. അങ്ങേര് നിർത്തും, ഞാൻ ഈ ബന്ധം നിർത്തുമ്പോൾ അങ്ങേര് വെള്ളവടി നിർത്തും. എൻ്റെ മോളെ, അവനോ വിവരവും ഇല്ല, മോക്ക് നല്ല വിവരം ഉള്ളതല്ലേ. എന്റെ അമ്മൂമ്മ ആവശ്യമൊക്കെ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ആന്റി ചുമ്മാ പറയുന്നതല്ലേ ഡിവോഴ്സിനൊക്കെ അപ്ലൈ ചെയ്യൂന്ന്, വെറുതെ. ലച്ചു, ഇത്തവണ ഞാൻ ഭയങ്കര സീരിയസ് ആണ്. ഞാൻ അവിടെ നിന്ന് ലീവ് എടുത്ത് വന്നത് തന്നെ ഈ ഡിവോഴ്സ് വാങ്ങിക്കാനാണ്. എനിക്കൊന്ന് ഫ്രീ ആവണം, എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. ഞാൻ എന്തിനാ ഈ നാട്ടിൽ ഈ ബാധ്യത വെക്കുന്നത്? എനിക്ക് എൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഈ നാട്ടിലോട്ട് വരത്തു പോലും ഇല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ഡിവോഴ്സ് വാങ്ങിത്തരാൻ വേണ്ടി നിങ്ങളെല്ലാം ഒന്ന് ഹെൽപ്പ് ചെയ്യണം, പ്ലീസ്. ചേച്ചി ഇത് എന്തോ പരിപാടി കാണിച്ചേ? എന്ത് പരിപാടി? ഒരു കാര്യം ആന്റി കളിയാക്കുന്ന പോലെയല്ലോ പറഞ്ഞത്. എന്ത് പറഞ്ഞു? കുറെ നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആന്റി ഡിവോഴ്സ് ഒന്നും വാങ്ങാൻ പോകുന്നില്ല എന്ന്. അപ്പൊ അത് കേട്ട് വാശി കയറിയിട്ടാണ് പോയേക്കുന്നത്. എന്റെ കൊച്ചെ, ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ വിചാരിച്ച് പറഞ്ഞതല്ല. അടിപൊളി. പ്രശ്നമായോ? ആ പ്രശ്നമായി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ബാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ എനിക്കിനെ തിരിപ്പിക്കാം. അയ്യോ, ചെന്ന് കേറിയാ മതി. ചേച്ചിനെ പിടിച്ച് ഭിത്തേ കയറ്റും.